നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബത്തേരി മുത്തങ്ങയിൽ വീണ്ടും കുഴൽപ്പണവേട്ട. 37 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി 2 പേർ പിടിയിൽ. ജില്ല വഴിയുള്ള കുഴൽപ്പണക്കടത്ത് സജീവമാകുന്നു. ജാഗ്രതയോടെ എക്സൈസ് പോലീസ് വകുപ്പുകൾ. ധീരജവാൻ വസന്തകുമാറിന്റെ കുടുംബത്തെ സഹായിക്കാനുള്ള സർക്കാർ പ്രഖ്യാപനങ്ങളിൽ പൂർണ്ണ തൃപ്തിയെന്ന് AICC സെക്രട്ടറി ഉമ്മൻചാണ്ടി. കൂടുതൽ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടെന്നും ഉമ്മൻചാണ്ടി. കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ അഗതിരഹിത കേരളം സംസ്ഥാനതല ഉദ്ഘാടനം കൽപ്പറ്റയിൽ നടന്നു. മന്ത്രി AC മൊയ്തീൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആശ്രയ പദ്ധതി പൂർത്തീകരിച്ച CDSുകളെ ചടങ്ങിൽ ആദരിച്ചു. വാളാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബ ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. കേരളത്തോട് കേന്ദ്രം ആരോഗ്യരംഗത്ത് ചിറ്റമ്മ നയം പുലർത്തുകയാണെന്നും മന്ത്രി. കേന്ദ്ര ബജറ്റ് BJPയുടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രകടന പത്രികയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വന്യമൃഗശല്യത്തിനെതിരെ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത് ബത്തേരിയിലെന്നും കാനം. ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പ് 23-ന്. ഏകാംഗത്തോട് നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാൻ BJP വിപ്പ് നൽകി. വിശദാംശങ്ങളിലേക്ക്. ബത്തേരി മുത്തങ്ങയിൽ വീണ്ടും കുഴൽപ്പണവേട്ട. 2 പേർ പിടിയിൽ. വാഹന പരിശോധനയ്ക്കിടെ മുത്തങ്ങയിൽ ലോറിയിൽ കടത്തുകയായിരുന്ന 37 ലക്ഷം രൂപയുമായി കോഴിക്കോട് കുന്നമംഗലം സ്വദേശികളായ മുഹമ്മദ് നവാസ്, മുഹമ്മദ് ഷിക്കിൽ എന്നിവരാണ് പിടിയിലായത്. ഇന്ന് പുലർച്ചെ 12:30ഓടെയാണ് സംഭവം. മൈസൂരിൽ നിന്നും താമരശ്ശേരിയിലേക്ക് മാർബിൾ പൊടിയുമായി വരികയായിരുന്ന ലോറിയിൽ നിന്നുമാണ് മതിയായ രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 37 ലക്ഷം രൂപ പിടികൂടിയത്. സംഭവത്തിൽ കോഴിക്കോട് കുന്നമംഗലം സ്വദേശികളായ മുഹമ്മദ് നവാസ്, മുഹമ്മദ് ഷിക്കിൽ എന്നിവരാണ് പിടിയിലായത്. മുത്തങ്ങ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ ലോറിയുടെ ക്യാബിന് മുകളിൽ കാരിയിൽ കാർഡ്ബോർഡ് ബോക്സിനുള്ളിൽ ടാർപായയിൽ പൊതിഞ്ഞ നിലയിലാണ് പണം സൂക്ഷിച്ചിരുന്നത്. തുടരന്വേഷണത്തിന്റെ ഭാഗമായി പണവും പിടിയിലായവരെയും ബത്തേരി പോലീസിന് കൈമാറുമെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശരത് ബാബു പറഞ്ഞു. ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് നടത്തിയ വാഹന പരിശോധന ഞങ്ങൾ കുഴൽപ്പണം പിടികൂടി. 37 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. മൈസൂരിൽ നിന്നും താമരശ്ശേരി ഭാഗത്തേക്ക് കടത്തുകയായിരുന്നു. ലൈലാൻഡ് വണ്ടിയിൽ ക്യാബിന് മുകളിലായിട്ടാണ് ഞങ്ങൾ കണ്ടെത്തിയത്. അത് ടാർപ്പായ്ക്കുള്ളിൽ ഒളിപ്പിച്ച രീതിയിലായിരുന്നു കണ്ടെത്തിയത്. കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അത് ബത്തേരി പോലീസിന് കൈമാറുന്നു. പരിശോധനയിൽ POമാരായ PV ഏലിയാസ്, B അബ്ദുൽ സലീം, COമാരായ AC പ്രജീഷ്, CK രഞ്ജിത്ത് എന്നിവരും പങ്കെടുത്തു. വയനാട് വിഷൻ, ബത്തേരി. ഒരിടവേളയ്ക്ക് ശേഷം ജില്ല വഴിയുള്ള കുഴൽപ്പണക്കടത്ത് സജീവമാകുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 3 തവണയായി 1,86 ലക്ഷം രൂപയാണ് രേഖകളില്ലാതെ കടത്തുന്നതിനിടെ എക്സൈസ് പോലീസ് വകുപ്പുകൾ പിടികൂടിയത്. കുഴൽപ്പണക്കടത്ത് സജീവമായതോടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ വാഹന പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജില്ല വഴി കുഴൽപ്പണക്കടത്ത് സജീവമായിരിക്കുന്നത്. മുത്തങ്ങ, തോൽപ്പെട്ടി, ബാവലി വഴിയാണ് ഇപ്പോൾ കുഴൽപ്പണം സംസ്ഥാനത്തേക്ക് എത്തുന്നത്. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ജില്ലാ അതിർത്തികളിൽ നിന്നും 3 തവണയായി 1,86 ലക്ഷം രൂപയാണ് രേഖകളില്ലാതെ പിടികൂടിയത്. ഈ മാസം ആദ്യം 6-ാം തീയതി കാട്ടിക്കുളത്ത് വെച്ച് തിരുനെല്ലി പോലീസ് 1,30 ലക്ഷം രൂപയും പിന്നീട് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ ഇക്കഴിഞ്ഞ 12-ന് കാറിൽ കടത്തുകയായിരുന്ന 19 ലക്ഷം രൂപയും ഇന്ന് മുത്തങ്ങയിൽ നിന്ന് 37 ലക്ഷം രൂപയും പിടികൂടി. ഇത്തരത്തിൽ പണം പിടികൂടുന്നത് ഇതുവഴി കുഴൽപ്പണക്കടത്ത് സജീവമാണെന്നതിൻ്റെ തെളിവാണ്. ഇക്കാരണത്താൽ തന്നെ അതിർത്തികളിൽ പോലീസും എക്സൈസും വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുത്തങ്ങ വഴി കടത്തിയ കോടിക്കണക്കിന് രൂപ എക്സൈസും പോലീസും പിടികൂടിയിരുന്നു. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. ധീരജവാൻ വസന്തകുമാറിന്റെ കുടുംബത്തെ AICC സെക്രട്ടറി ഉമ്മൻചാണ്ടി സന്ദർശിച്ചു. വസന്തകുമാറിന്റെ കുടുംബത്തെ സഹായിക്കാനുള്ള സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളിൽ പൂർണ്ണ തൃപ്തിയെന്ന് ഉമ്മൻചാണ്ടി. കുറച്ചുകൂടി കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. മുഖ്യമന്ത്രി അനുകൂല തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഒരു മനസ്സോടെ നിൽക്കും, യാതൊരു സംശയമില്ല. ഇന്ന് ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അവരുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. മുഖ്യമന്ത്രി നിശ്ചയമായിട്ടും അക്കാര്യത്തിൽ
അനുഭാവപൂർവമായ സമീപനം എടുക്കും എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്ന ജവാന്മാർ നമുക്ക് വേണ്ടിയാണ് മരിക്കുന്നത്. രാജ്യത്തിന് വേണ്ടിയാണ്, രാജ്യത്തിലെ ഓരോരുത്തർക്കും വേണ്ടിയാണ്. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സമാധാനപരമായി പ്രതികരിക്കാനുള്ള അവസരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ കൈവരുമെന്നും അത് ജനങ്ങൾ വിനിയോഗിക്കണമെന്നും AICC സെക്രട്ടറി ഉമ്മൻചാണ്ടി മേപ്പാടിയിൽ DCCയുടെ നേതൃത്വത്തിൽ മേപ്പാടിയിൽ സംഘടിപ്പിച്ച കൃപേഷ് ശരത് ലാൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. PK ജയലക്ഷ്മി, ഗോകുൽദാസ് കോട്ടയിൽ, ND അപ്പച്ചൻ, KC റോസക്കുട്ടി എന്നിവർ സംസാരിച്ചു. ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വരുന്നവരാണെങ്കിലും അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി അവർ ഏറ്റവും വേഗത്തിൽ കാണുന്ന മാർഗം ഇന്ത്യയെ ആക്രമിക്കുക, ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുക, അതിൻ്റെ പേരിൽ ജനങ്ങളെ ഒന്നിപ്പിച്ച് അവരുടെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോവുക. കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ അഗതിരഹിത കേരളം സംസ്ഥാനതല ഉദ്ഘാടനം കൽപ്പറ്റയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ആശ്രയ പദ്ധതി പൂർത്തീകരിച്ച CDSകളെ ആദരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായ അഗതിരഹിത കേരളം പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്തെ ഏകദേശം 1,60,000 പേർ നിലവിൽ പദ്ധതിയുടെ ഭാഗമാകും. നിരാശ്രയരായ അഗതി കുടുംബങ്ങളെ കണ്ടെത്തി പുനരധിവസിപ്പിക്കുന്ന ആശ്രയ പദ്ധതി അഗതിരഹിത കേരളം പദ്ധതി ആരംഭിക്കുന്നത് സമൂഹത്തിലെ അശരണരും നിരാലംബരുമായവർക്ക് സാമൂഹ്യാധിഷ്ഠിത സംവിധാനത്തിലൂടെ സേവനങ്ങൾ ലഭ്യമാക്കുക വഴി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് അഗതിരഹിത കേരളം പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. സാങ്കേതിക സഹായത്തോടെ നടപ്പിലാക്കിയ സർവേ വഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക അഗതി ഗ്രാമസഭയ്ക്കും മെഡിക്കൽ ക്യാമ്പുകൾക്കും ശേഷമാണ് പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത്. അതിജീവനാവശ്യമായ ഭക്ഷണം, ചികിത്സ, വസ്ത്രം, വിവിധതരം പെൻഷനുകൾ എന്നിവയും അടിസ്ഥാന ആവശ്യങ്ങളായ ഭൂമി, പാർപ്പിടം, കുടിവെള്ളം, ശുചിത്വ സംവിധാനം, വൈദ്യുതി, വിദ്യാഭ്യാസം എന്നിവയും വികസന ആവശ്യങ്ങളായ ഉപജീവന, തൊഴിൽ പരിശീലനം എന്നിവയ്ക്ക് പുറമെ മാനസിക വികസന ആവശ്യങ്ങൾക്കായുള്ള പ്രത്യേക സംവിധാനവും പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകും. നിങ്ങൾ ഏറ്റെടുത്ത പദ്ധതികളൊക്കെ വിജയകരമായി പൂർത്തീകരിച്ചവരും പുതിയ ഒരു മുഖം സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ശാക്തീകരണത്തിനും വേണ്ടി ഒരു പുതിയ മുഖം ലോകത്തിന് മുമ്പിൽ സംഭാവന ചെയ്തവരുമാണ്. 20 വർഷക്കാലമായിട്ടുള്ള നിങ്ങളുടെ സംഘടനയെ ഇന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. കുടുംബശ്രീയുടെ പദ്ധതികൾ പഠിക്കാൻ, തങ്ങളുടെ സംസ്ഥാനത്തേക്ക് ഇതൊന്ന് പകർത്താൻ വേണ്ടിയുള്ള പരിശ്രമം ഇന്ത്യയിലെ വിവിധ ഭാഗത്തുനിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്നും അത്ഭുതകരമായ ഈ കൂട്ടായ്മയെ, സ്ത്രീ ശാക്തീകരണത്തെ നോക്കിക്കാണാൻ വേണ്ടി വരികയാണ്. അഗതിരഹിത കേരളം പദ്ധതിയുടെ ഈ പ്രവർത്തനത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം കുടുംബശ്രീയുടെ എല്ലാ സഹായവും ഉണ്ടാകും. നിങ്ങളുടെ കയ്യിലാണ് ഇതിൻ്റെ വിജയം. അത് ഉറപ്പാക്കാൻ നിങ്ങൾ എല്ലാവരുടെയും പ്രവർത്തനം ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. പരിപാടിയിൽ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹരികിഷോർ IAS പദ്ധതി വിശദീകരണം നടത്തി. IC ബാലകൃഷ്ണൻ MLA, OR കേളു MLA തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കളക്ടർ AR അജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കുടുംബശ്രീ കോർഡിനേറ്റർ സാജിദ് തുടങ്ങിയവർ സംസാരിച്ചു. ആശ്രയ പദ്ധതി പൂർത്തീകരിച്ച CDSകളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB നസീമ ആദരിച്ചു. വയനാട് വിഷൻ, കൽപ്പറ്റ. വാളാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം എല്ലാ സൗകര്യങ്ങളോടു കൂടിയ കുടുംബ ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. വാളാടിൽ പൂർത്തീകരിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് കം സാംസ്കാരിക നിലയം, ജലനിധി, വാളാട് സ്കീം ലെവൽ ശുദ്ധജല വിതരണ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിനായി 2 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വാളാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ. അതിനായി റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള 2 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ട സത്വര നടപടികൾ കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു. വാളാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം ആദ്യഘട്ടത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രമാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും സ്ഥലമില്ലാത്തതിനാൽ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിക്കൊടുക്കുകയാണുണ്ടായതെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വാളാട് ഷോപ്പിംഗ് കോംപ്ലക്സ് സാംസ്കാരിക നിലയം, ജലനിധി, വാളാട് സ്കീം ലെവൽ ശുദ്ധജല വിതരണ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. MLA OR കേളു അധ്യക്ഷനായിരുന്നു. കമ്മ്യൂണിറ്റി ഹാൾ തവിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനിഷ സുരേന്ദ്രനും സാംസ്കാരിക നിലയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A പ്രഭാകരൻ മാസ്റ്ററും മത്സ്യ മാർക്കറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമ മുരളീധരനും ഉദ്ഘാടനം ചെയ്തു. കെട്ടിടത്തിന് സ്ഥലം നൽകിയ പരേതനായ കേളുക്കുട്ടിയുടെ മകൻ വീരഭദ്രൻ, പ്രളയദിനങ്ങളിൽ മികച്ച സേവനം കാഴ്ചവെച്ച റെസ്ക്യൂ ടീമുകൾ, ജലനിധി,
ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയ കരാറുകാർ എന്നിവർക്ക് മന്ത്രി മൊമന്റോകൾ നൽകി ആദരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NS ഷജിത്ത് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ തങ്കമ്മ യേശുദാസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു ഷജിൽകുമാർ, ഷബിത കെ, NM ആന്റണി, ദിനേശ് ബാബു, ലിസി ജോസഫ് തുടങ്ങിയവരും പരിപാടിയിൽ സംസാരിച്ചു. പക്ഷെ വാളാട് പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം ചേർന്ന് നല്ല പരിശ്രമം ഇവിടെ നടത്തുന്നുണ്ട്. റവന്യൂവിൻ്റെ ഒരു സ്ഥലം വിട്ടുകിട്ടാൻ പ്രസിഡന്റ് പറഞ്ഞത് 2 ഏക്കറോളം സ്ഥലം ഏകദേശം നമ്മളതിൻ്റെ നടപടിക്രമത്തിലേക്ക് നീങ്ങുകയാണ്. ഇനി റവന്യൂ മിനിസ്ട്രിയിൽ നിന്ന് ഇടപെടലുണ്ട്. അവിടെ നമുക്ക് ബന്ധപ്പെടാം. എന്നിട്ട് ആ സ്ഥലം കൈമാറി കിട്ടുന്നത് എളുപ്പത്തിലാക്കാൻ വേണ്ടി ഞാനും കൂടി അതിൻ്റെ കൂടെ നിന്ന് ഇടപെടാം. നമുക്കത് കൈമാറി കിട്ടുമ്പോൾ നമ്മുടെ വാളാട് ഡോക്ടർ ഇപ്പോൾ അനീഷ് ഇവിടെ വന്നിരുന്നു. ഞാൻ അനീഷിനോട് കാര്യങ്ങളെല്ലാം തിരക്കിയിട്ടുണ്ട്. അത് കിട്ടുന്ന മുറക്ക് നമുക്കതിനെയും കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയിട്ട് മാറ്റാൻ സാധിക്കും. ആദ്യ സ്ഥലം കൈവിട്ട് കിട്ടട്ടെ. അപ്പോൾ വാളാടുകാർക്ക് വലിയൊരു സന്തോഷപ്രദമായിട്ടുള്ള കാര്യമായിരിക്കും അത്. ദേവദാസ്, വയനാട് വിഷൻ, വാളാട്. കേരളത്തോട് കേന്ദ്രം ചിറ്റമ്മ നയം പുലർത്തുകയാണെന്ന് മന്ത്രി KK ശൈലജ. ജില്ലാ ആശുപത്രിയിലെ നേത്ര ചികിത്സ ശസ്ത്രക്രിയ വിഭാഗം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 1.5% മാത്രമാണ് ആരോഗ്യരംഗത്തിന് നീക്കിവെക്കുന്നത്. വികസിത രാജ്യങ്ങളിൽ ഇത് 20%-ത്തിലുമേറെയാണ്. ആരോഗ്യ പരിപാലനത്തിന് കൂടുതൽ തുക നീക്കിവെച്ചാലേ രാജ്യപുരോഗതി സാധ്യമാകൂ. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 32 ഡോക്ടർമാർ മാത്രമുണ്ടായിരുന്ന ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ 60 ഡോക്ടർമാരുണ്ട്. എല്ലാ ഒഴിവുകളും നികത്തുകയും 18 പുതിയ തസ്തിക സൃഷ്ടിക്കുകയും ചെയ്തതായും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ OR കേളു MLA അധ്യക്ഷനായിരുന്നു. ഒരിക്കലും കേന്ദ്ര ഗവൺമെൻറ് അത് ആര് ഭരിച്ചാലും നമുക്ക് അർഹിക്കുന്ന വിഹിതം തന്നിട്ടില്ല. നമ്മുടെ ചുക്കും മുളകും ഏലവും എല്ലാം വിറ്റ് കിട്ടുന്ന കാശും അതിൻ്റെ നികുതിയും എല്ലാം പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ്. എന്നിട്ട് അതിൽ നിന്ന് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കുള്ളതുപോലെ കേരളത്തിനും പദ്ധതി വിഹിതം തരികയാണ്. ആ പദ്ധതി വിഹിതം ഒരിക്കലും കേരളത്തിന് നേരാവണ്ണം തന്നിട്ടേയില്ല. കേരളത്തോട് എപ്പോഴും ഒരു തരം ചിറ്റമ്മ നയമാണ് കാണിക്കാറ്. നമുക്ക് കിട്ടുന്ന വിഹിതം വളരെ കുറച്ചാണ്. ആ വിഹിതത്തിൽ നിന്നാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും പണം വീതിക്കേണ്ടത്. അതിൽ നിന്ന് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പണം വീതിച്ച് നൽകേണ്ടത്. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ് മൊത്തം GDPയുടെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 1.5% താഴെയാണ് ആരോഗ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത്. ബുദ്ധിയുള്ള ഭരണാധികാരികൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെട്ടാലേ നാടിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കുകയുള്ളൂ. ജനങ്ങൾ ആരോഗ്യപരമായി മനസ്സിനും ശരീരത്തിനും തളർച്ചയുള്ളവരായി മാറുമ്പോൾ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വരുമാനവും കുറയും. അതുകൊണ്ട് വികസിത രാജ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആരോഗ്യത്തിന് ഒരു 10-20% തുകയെങ്കിലും മൊത്തം GDP എടുത്ത് മാറ്റിവെക്കാറുണ്ട്. ഹൃദ്യം പദ്ധതിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായി ഒത്തുകൂടി ആരോഗ്യമന്ത്രി KK ശൈലജ. മാനന്തവാടി പഴശ്ശി പാർക്കിൽ വെച്ചായിരുന്നു ഒത്തുചേരൽ. ശസ്ത്രക്രിയ കഴിഞ്ഞ് 1ാം പിറന്നാൾ ആഘോഷിച്ച തരിയോട് 8ാം മൈൽ തടിയംപാറ സെയ്ദ് ജസീല ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഹിഷാലും മന്ത്രിയും ചേർന്ന് കേക്ക് മുറിച്ചായിരുന്നു സംഗമം. കുട്ടികൾക്ക് സ്നേഹോപഹാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമൊപ്പം മന്ത്രിയും OR കേളു MLAയും മറ്റ് ജനപ്രതിനിധികളും ഉച്ചഭക്ഷണവും കഴിച്ചു. DMO ഡോക്ടർ രേണുക, നഗരസഭാ ചെയർമാൻ VR പ്രവീജ്, NHM ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ അഭിലാഷ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. 16 വയസ്സിൽ താഴെയുള്ള 188 പേർ രജിസ്റ്റർ ചെയ്തതിൽ 38 പേരുടെ ശസ്ത്രക്രിയ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു പുതിയ പദ്ധതിയാണ്. നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഒക്കെ സഹായത്തോടു കൂടി നമ്മൾ ആരോഗ്യ വകുപ്പ് അതിന് പ്രത്യേകിച്ചൊരു ഫണ്ട് മാറ്റിവെക്കുകയും അങ്ങനെ ഹൃദ്യം എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. ആ ഹൃദ്യം പദ്ധതിയിൽ അതിനൊരു പ്രത്യേക അഡ്രസ്സൊക്കെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് കൺജസ്റ്റഡ് ഹാർട്ട് ഡിസീസുള്ള കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾക്ക് തൊട്ടടുത്തുള്ള ഡോക്ടർമാരെ സമീപിച്ചാൽ ഹൃദ്യം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയുണ്ടാക്കി. അവരങ്ങനെ പേരുവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ കുട്ടികളെ രക്ഷിതാക്കളെയും വിളിച്ചു കൊടുക്കി അവരുടെ ഓപ്പറേഷൻ എത്രയും വേഗം ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കുകയാണ് ചെയ്തത്. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ് BJPയുടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രകടന പത്രിക പോലെയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സംസ്ഥാനത്തിന്റെ ആവശ്യം നിഷ്കരുണം കേന്ദ്രം നിരസിച്ചെന്നും ഇതിനു പിന്നിൽ രാഷ്ട്രീയമാണെന്നും അദ്ദേഹം ബത്തേരിയിൽ പറഞ്ഞു. LDF വടക്കൻ മേഖലാ ജാഥയ്ക്ക് ബത്തേരിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന പാർട്ടിയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനായി സർക്കാർ പുതിയ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഇത് ബത്തേരിയിലാണ് ആദ്യം നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ PM ജോയ് അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് 2019-20 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതിനെ ബഡ്ജറ്റ് എന്ന് വിളിക്കണമോ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക എന്ന് വിളിക്കണമോ എന്ന് സംശയമാണ്. എന്തായാലും ശരി, ആ ബഡ്ജറ്റിൽ ധനമന്ത്രിക്ക് വേണ്ടി ശ്രീ പീയൂഷ് ഗോയൽ
അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിൽ ഒരു നയ പൈസ പോലും ഈ സംസ്ഥാനത്തിന് സ്പെഷ്യൽ പ്രത്യേകമായി അനുവദിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ കേരളത്തിൻ്റെ ആവശ്യം നിഷ്കരുണം നിരാകരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്. എന്താണ് കേരളത്തോട് ഇങ്ങനെ വൈര്യനിര്യാതന ബുദ്ധിയോടെ കേന്ദ്ര ഗവൺമെൻറ് പെരുമാറുന്നത്? കേരളം അവർ പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന് ബദലുയർത്തുന്ന ഒരു സംസ്ഥാനമാണ് എന്നതാണ്. ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പ് 23-ന്. ഭരണം നിലനിർത്താൻ LDFും പിടിച്ചെടുക്കാൻ UDFും അവസാനവട്ട അണിയറ നീക്കങ്ങളിൽ. നിർണായകമായ തങ്ങളുടെ ഏക അംഗത്തിന് നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാൻ BJP വിപ്പ് നൽകി. മുന്നണികളുടെ ചങ്കിടിപ്പേറ്റി ബത്തേരി നഗരസഭയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയും വോട്ടെടുപ്പും മറ്റന്നാൾ നടക്കും. LDFിന്റെ പിന്തുണയോടെ കേരള കോൺഗ്രസ് അംഗം ചെയർമാനായുള്ള നഗരസഭാ ഭരണത്തിനെതിരെയാണ് UDF അവിശ്വാസ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 35-അംഗ ഭരണസമിതിയിൽ കേരള കോൺഗ്രസ് അംഗമടക്കം LDFന് 17-ഉം UDFന് 17-ഉം BJPക്ക് 1 എന്നിങ്ങനെയാണ് കക്ഷിനില. ഈ സാഹചര്യത്തിൽ BJP അംഗം ആരെ പിന്തുണയ്ക്കുമെന്നത് നിർണായകമാണ്. ഇതിനിടെ നിഷ്പക്ഷത പാലിക്കണമെന്ന് കാണിച്ച് BJP അംഗത്തിന് പാർട്ടി വിപ്പ് നൽകിയിട്ടുണ്ട്. ഇരു മുന്നണികളിലെയും അംഗങ്ങൾ മറുകണ്ഠം ചാടാതെ ഒപ്പം നിർത്താനുള്ള നേതൃത്വത്തിൻ്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ എല്ലാവരും. ഇരു മുന്നണികളും അടുത്ത ദിവസം അംഗങ്ങൾക്ക് വിപ്പ് നൽകുമെന്നാണ് അറിയുന്നത്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. ജില്ലയിൽ വീണ്ടും സൂര്യാഘാതം. ചീരാൽ വെള്ളച്ചാൽ തേവർത്തുടി ഹംസയ്ക്കാണ് വയലിൽ ജോലി ചെയ്യുന്നതിനിടെ സൂര്യാഘാതമേറ്റത്. പുറത്ത് സാരമായി പൊള്ളലേറ്റ ഇയാൾക്ക് ചീരാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രാഥമിക ചികിത്സ നൽകി. ജില്ലയിൽ വേനലാരംഭത്തിൽ തന്നെ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ഞാൻ വയലിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 2 മണിക്കൂർ നേരം പണി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പുറത്തിന് ചൊറിച്ചിൽ തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ പുറന്ന് ചൊറിഞ്ഞപ്പോൾ തൊലി ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പണി നിർത്തി പോകുന്നു. അപ്പോൾ എനിക്ക് ഇനി ആ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. തവിഞ്ഞാൽ 44-ാം മൈൽ മക്കാം ഉറൂസ് ഫെബ്രുവരി 22 മുതൽ 24 വരെ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 22-ന് ഉച്ചയ്ക്ക് 1:30-ന് പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് മക്കാം സിയാറത്ത്, ഇശൽ വിരുന്ന്, മതപ്രഭാഷണം എന്നിവ നടക്കും. 23-ന് നടക്കുന്ന ബുർദ മജ്ലിസിന് നിസാർ ഖുത്തുബി, അൽ ഹാദി മടവൂർ, നാഫിദ് ഇരിങ്ങല്ലൂർ, സാബിത്ത് അടിവാരം എന്നിവർ നേതൃത്വം നൽകും. 23-ന് രാത്രി 9:30-ന് നടക്കുന്ന ദിക്ർ ഹൽക്കയ്ക്ക് സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി, പി ഹസൻ ഉസ്താദ് എന്നിവർ നേതൃത്വം നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. എല്ലാ വർഷവും ഉറൂസ് നടത്താറുണ്ട്. ഈ വർഷം അതിൻ്റെ പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് 22, 23, 24 തീയതികളിലാണ്. 22-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം അതിൻ്റെ പതാക ഉയർത്തൽ കർമ്മത്തോടുകൂടെ വിവിധ പരിപാടികൾ തുടങ്ങുകയാണ്. അന്ന് മഗ്രിബ് നിസ്കാരാനന്തരം നാത്ത് ഷരീഫിൻ്റെ ഇശൽ വിരുന്ന്, ഖവാലി അങ്ങനെ തുടങ്ങി രാത്രി 8 മണിക്ക് കേരളത്തിൽ അറിയപ്പെട്ട പ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഷാക്കിർ ബാത്തവി അൽ അർഷദി മപ്പാടാണ് നമ്മോട് മുഖ്യപ്രഭാഷണം നടത്തുന്നത്. ബത്തേരി രാജീവ് ഗാന്ധി മിനി ബൈപ്പാസ് നാളെ ഭാഗികമായി ഗതാഗതത്തിനായി തുറന്നു നൽകും. കൈപ്പഞ്ചേരി മുതൽ ഗാന്ധി ജംഗ്ഷൻ വരെയുള്ള 425 മീറ്റർ ദൂരമാണ് തുറന്നു നൽകുക. 1,30,00,000 രൂപ ചിലവഴിച്ച് മണ്ണിട്ട് ഉയർത്തിയ ബൈപ്പാസാണ് താൽക്കാലികമായി നാളെ മുതൽ തുറന്നു നൽകുക. കക്കോടൻ കുടുംബം ബൈപ്പാസിനായി വിട്ടു നൽകിയ 1 ഏക്കർ 30 സെന്റ് സ്ഥലത്താണ് ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത്. ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാവാനുള്ള ഈ ഭാഗം മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ്. ഈ ഭാഗത്തെ മണ്ണ് ഉറയ്ക്കുന്നതിനായിട്ടാണ് നാളെ മുതൽ താൽക്കാലികമായി ബൈപ്പാസ് ഗതാഗതത്തിനായി തുറന്നു നൽകുന്നത്. ചുങ്കത്തു നിന്നും ആരംഭിച്ച് ഗാന്ധി ജംഗ്ഷൻ വഴി മാനിവയലിലെത്തുന്ന തരത്തിലാണ് 2.5 കിലോമീറ്റർ വരുന്ന നിർദ്ദിഷ്ട രാജീവ് ഗാന്ധി മിനി ബൈപ്പാസ്. വയനാട് വിഷൻ, ബത്തേരി. പോരൂർ സർവോദയം UP സ്കൂളിലെ 66ാമത് വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പ്രഭാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയും സിനിമാ അഭിനേതാവുമായ ആകാശിനെ ആദരിച്ചു. സ്കൂൾ കുട്ടികൾ സമാഹരിച്ച അഭയനിധി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമ മുരളീധരൻ വിതരണം ചെയ്തു. രക്ഷാകർതൃ പ്രണാമം NJ സജിത്തും സ്കൂൾ പുറത്തിറക്കിയ നിറച്ചാർത്ത് പ്രകാശനം റവറൻ ഫാദർ സോണി വടയാപറമ്പിലും നിർവഹിച്ചു. ചടങ്ങിന് സിസ്റ്റർ റോസറ്റ അധ്യക്ഷത വഹിച്ചു. ഫാദർ വർഗീസ് ചെങ്ങനാമഠത്തിൽ PTA പ്രസിഡന്റ് സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സമൂഹം നമുക്ക് എല്ലാവരും ഒരുപോലെയല്ല, പലതരത്തിലും വ്യത്യസ്തരാണ്. സാമ്പത്തികമായി കുട്ടികൾ പല കുടുംബങ്ങളിൽ വരുന്നവരാണ്, ഒരു വ്യത്യാസമുണ്ടാകും. അതുപോലെ ഉയരത്തിലും ശരീരത്തിൻ്റെ പ്രകൃതത്തിലൊക്കെ മാറ്റം ഉണ്ടാവും, അതും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ കുട്ടികളുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നു. അപ്പോൾ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. ആരോഗ്യ മേഖല വളരെ ഉയർന്നിട്ടുണ്ട്,
കുട്ടികളുടെ ആരോഗ്യ നിലവാരമൊക്കെ വളരെ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം. പക്ഷേ കുട്ടികളുടെ സ്വഭാവ മേഖലയിൽ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. ഭാരത് കെ മൻ കി ബാത് മോദി കെ സാത്ത്. ഭാരത സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ പൊതുസമൂഹത്തിലെത്തിച്ച് മോദിയുടെ ഭരണ തുടർച്ചയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ വീഡിയോ വാൻ പ്രദർശനത്തിന്റെ മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ ഔപചാരിക ഉദ്ഘാടനം മാനന്തവാടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് BJP മാനന്തവാടി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് K ജയേന്ദ്രൻ നിർവഹിച്ചു. വിജയൻ കോവണ, വിൽഫ്രഡ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം ഇന്ന് ലോക നേതൃത്വത്തിന്റെ നെറുകയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ നെറുകയിലേക്ക് എത്തിയ നരേന്ദ്രമോദി വീണ്ടും ഭാരതം ഭരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഭാരതത്തിലെ എല്ലാ ജനങ്ങളും നരേന്ദ്രമോദി അധികാരത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഭാരതം ലോക നേതൃത്വം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ആ ഉത്പന്നത്തിലേക്ക് എത്തിയ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ഭാരതത്തിലെ ജനങ്ങളെല്ലാവരും തയ്യാറാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നടക്കുന്ന ഈ പരിപാടി മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ മുഴുവൻ സ്ഥലങ്ങളിൽ നടക്കുന്ന പരിപാടി വൻ വിജയമാക്കി തീർക്കാനും മോഡിയുടെ കൈയൊക്കെ ശക്തി പകരാനും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം എല്ലാ ജനങ്ങളും ഒരുമിച്ചുണ്ടാകുമെന്ന് അറിയിക്കുന്നതോടൊപ്പം എല്ലാ ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നോർത്ത് വയനാട് വനം ഡിവിഷനിലെ താൽക്കാലിക വാച്ചർമാർക്ക് 6 മാസമായിട്ടും കൂലി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഭരണകക്ഷി യൂണിയനായ കേരള ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ AITUCയുടെ നേതൃത്വത്തിൽ മാനന്തവാടി DFO ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. സമരത്തെ തുടർന്ന് നടത്തിയ ചർച്ചയിൽ വാച്ചർമാർക്ക് 6 മാസത്തെ കൂലി മാർച്ച് 5-ന് മുമ്പ് നൽകുമെന്ന് തീരുമാനമായി. നോർത്ത് വയനാട് വനം ഡിവിഷനിലെ പേരിയ മാനന്തവാടി ബേഗൂർ റേഞ്ചിന് കീഴിലുള്ള 60-ലധികം താൽക്കാലിക വാച്ചർമാർക്കാണ് 6 മാസമായിട്ടും കൂലി ലഭിക്കാത്തത്. വയനാട് വന്യജീവി സങ്കേതത്തിലും സൗത്ത് വയനാട് ഡിവിഷനിലും താൽക്കാലിക വാച്ചർമാർക്ക് കൃത്യമായി കൂലി ലഭിക്കുന്നുണ്ട്. മാനന്തവാടി വനം ഡിവിഷന് കീഴിൽ മാത്രമാണ് കൂലി കൊടുക്കുന്നതിന് താമസം വരുത്തുന്നതെന്നും മാസത്തിലെ മുഴുവൻ ദിവസവും രാത്രിയും പകലും ജോലി ചെയ്താൽ 12 മുതൽ 20 വരെ ഡ്യൂട്ടി മാത്രമാണ് ലഭിക്കുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു. കൂലി ലഭിക്കാത്തതിനാൽ തൊഴിലാളികളുടെ കുടുംബങ്ങൾ പലതും പട്ടിണിയിലാണ്. ഇവിടെ എല്ലാ വാച്ചർമാർക്കും ശമ്പളം കിട്ടാത്ത എല്ലാ വാച്ചർമാരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ ശമ്പളം കിട്ടാത്ത വാച്ചർമാർ ഏതൊക്കെയുണ്ട് എങ്ങനെയൊക്കെയുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാൽ തന്നെ രാത്രിയും ഇല്ല പകലും ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ പണിയെടുക്കുന്നതാണ്. നാളെ പിന്നെ രാത്രി ആന ഓടിക്കാൻ പോവുക, പകൽ കാട് നോക്കുക, പിന്നെ അതേപോലെ മൃഗങ്ങൾ എവിടെയെങ്കിലും ചത്തറിൻ്റെ അതിനെ ഞങ്ങൾ കൊണ്ട് കൂച്ചിടാൻ പോവുക. പിന്നെ അതേപോലെ തന്നെ എല്ലാ രീതിയിലും ഞങ്ങൾ പിന്നെ കൃഷി സ്ഥലത്ത് ഉറക്കമില്ലാണ്ട് ഞങ്ങൾ കാത്തിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഇതായിട്ട് 7 മാസത്തോളമായി ഞങ്ങൾക്ക് പിന്നെ ശമ്പളം കിട്ടിയിട്ട് പല നിർത്തും ഞങ്ങൾ DFO മേഡത്തിനെ ഞങ്ങൾ വന്ന് കണ്ടു. ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബം പട്ടിണിയാണ്, ഞങ്ങൾ ഈ ഇതും കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം പോറ്റി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കാത്ത രീതിയിൽ ഞങ്ങൾക്ക് ശമ്പളം കൂലി എന്നുള്ള രീതിയിൽ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ വരുമ്പോൾ എല്ലാം പറയും തരാം എന്ന് പറയാമെന്നല്ലാണ്ട് ഇതേവരെ ഞങ്ങൾക്കൊരു പൈസ കിട്ടിയില്ല. ജോലി ചെയ്യുന്ന ദിവസങ്ങളിലെ കൂലി കൃത്യമായി ലഭിക്കുന്നതിന് സാഹചര്യം ഒരുക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. സമരം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EJ ബാബു ഉദ്ഘാടനം ചെയ്തു. ബേബി കുടിലിങ്കൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മാനന്തവാടി CPI മണ്ഡലം സെക്രട്ടറി VK ശശീന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി KP വിജയൻ, VV ആന്റണി, കേരള ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി K ബാലകൃഷ്ണൻ, AITC മാനന്തവാടി താലൂക്ക് സെക്രട്ടറി K സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തെ തുടർന്ന് നടത്തിയ ചർച്ചയിൽ വാച്ചർമാർക്ക് 6 മാസത്തെ കൂലി മാർച്ച് 5-ന് മുമ്പ് നൽകുമെന്ന് ഫണ്ട് അനുവദിച്ച് കിട്ടുന്നതിൽ വന്ന കാലതാമസമാണ് കൂലി വിതരണം ചെയ്യുന്നതിൽ താമസം വന്നതെന്നും മാർച്ച് മാസത്തിൽ താൽക്കാലിക വാച്ചർമാരുടെ യോഗം വിളിച്ച് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും ജോലിയെടുക്കാതെ ചിലർ കൂലി വാങ്ങിയെന്ന പരാതിയുണ്ടെന്നും കൃത്യമായി ജോലി ചെയ്യുന്നവർക്ക് കൂലി വിതരണം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും നോർത്ത് വയനാട് DFO R കീർത്തി ചർച്ചയിൽ ഉറപ്പു നൽകി. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. പ്രധാന വാർത്തകൾ വീണ്ടും. ബത്തേരിമുത്തങ്ങയിൽ വീണ്ടും കുഴൽപ്പണവേട്ട. 37 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി 2 പേർ പിടിയിൽ. ജില്ല വഴിയുള്ള കുഴൽപ്പണക്കടത്ത് സജീവമാകുന്നു. ജാഗ്രതയോടെ എക്സൈസ് പോലീസ് വകുപ്പുകൾ. ധീരജവാൻ വസന്തകുമാറിന്റെ കുടുംബത്തെ സഹായിക്കാനുള്ള സർക്കാർ പ്രഖ്യാപനങ്ങളിൽ പൂർണ്ണ തൃപ്തിയെന്ന് AICC സെക്രട്ടറി ഉമ്മൻചാണ്ടി. കൂടുതൽ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടെന്നും ഉമ്മൻചാണ്ടി. കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ അഗതിരഹിത കേരളം സംസ്ഥാനതല ഉദ്ഘാടനം കൽപ്പറ്റയിൽ നടന്നു. മന്ത്രി AC മൊയ്തീൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആശ്രയ പദ്ധതി പൂർത്തീകരിച്ച CDSുകളെ ചടങ്ങിൽ ആദരിച്ചു. വാളാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബ ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. കേരളത്തോട് കേന്ദ്രം ആരോഗ്യരംഗത്ത് ചിറ്റമ്മ നയം പുലർത്തുകയാണെന്നും മന്ത്രി.
കേന്ദ്ര ബജറ്റ് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രകടന പത്രികയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വന്യമൃഗശല്യത്തിനെതിരെ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത് ബത്തേരിയിലെന്നും കാനം. ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പ് 23-ന് ഏകാംഗത്തോട് നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാൻ BJP വിപ്പ് നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.